കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. 94-ാം സങ്കീർത്തനം അതിൻ്റെ 21-22 വാക്യങ്ങൾ. നീതിമാന്റെ പ്രാണന് വിരോധമായി അവർ കൂട്ടം കൂടുന്നു, കുറ്റമില്ലാത്ത രക്തത്തെ അവർ ശിക്ഷയ്ക്ക് വിധിക്കുന്നു. എങ്കിലും യഹോവ എനിക്ക് ഗോപുരവും എൻ്റെ ശരണശൈലവുമായ എൻ്റെ ദൈവവും ആകുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ദൈവമക്കളായി നമ്മുടെ ജീവിതത്തിനകത്ത് പല തരത്തിലുള്ള പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരാറുണ്ട്. 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചുകളെ. അപ്പോൾ ഈ വിധത്തിലുള്ള പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യാം, കടന്നു വരാം. പ്രൈസില്. പക്ഷേ ഇവയൊന്നും നമ്മളെ തകർക്കുമയില്ല. ഇസ്രായേൽ ജനത്തിന് ചരിത്രം പഠിക്കുന്ന സമയത്ത് ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല അവരുടെ ജീവിതത്തിൽ കയറി വന്നത്. പകരം വലിയ വലിയ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിനകത്ത് കയറി വന്നിട്ട് ദൈവം അതിൻ്റെ നടുവിൽ നിന്നല്ല ദൈവം രക്ഷിക്കുന്നതായിട്ട് നമ്മൾ വായിക്കപ്പെടുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: സ്തോത്രം, നീതിമാന്റെ പ്രാണന് വിരോധമായിട്ട് അവർ കൂട്ടം കൂടുന്നു, കുറ്റമില്ലാത്ത രക്തത്തെ അവർ ശിക്ഷ വിധിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത് നീതിമാന്മാരാണ്, അല്ലേ? ദൈവത്തിൻ്റെ ജനം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന അഡ്രസ്സ് നിൽക്കുന്ന എല്ലാവരും നീതിമാന്മാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതോ ഇപ്പം ഞാനോ നിങ്ങളോ ഡിക്ലെയർ ചെയ്യേണ്ട ഒരു കാര്യവും അല്ലെന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഞാനൊരിക്കലും നീതിമാനെന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. സ്തോത്രം. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ നീതിമാനെന്ന് എനിക്ക് പറയാനും കഴിയത്തില്ല. ഇത് പറയേണ്ട ദൈവമാണ്. ഇപ്പോൾ വേറെ ദിവസം നമ്മൾ പഠിക്കുന്ന സമയത്ത് നോഹയെക്കുറിച്ച് പറയുന്നത് ആ കാലത്ത് അവൻ നീതിമാനായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപ അവന് ലഭിച്ചത്. എന്തുകൊണ്ടാണ് ദൈവം നീതിമാനായിട്ട് നോഹയെ കണക്കിട്ടതെന്ന് ചോദിച്ചാൽ, അന്നുണ്ടായിരുന്ന പാപത്തിൻ്റെ പ്രവർത്തികളിൽ നിന്ന് നോഹയും കുടുംബവും മാറി നിന്നതാണ് ആ നീതിയുടെ തലമായിട്ട് വെളിപ്പെടുന്നത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം അതവന് നീതിയായി കണക്കിട്ടു. അപ്പം അബ്രഹാമിൻ്റെ വിശ്വാസമാണ് അവന് നീതീകരണത്തിന് കാരണമായി വന്നത്. നമ്മുടെ നീതീകരണത്തിൻ്റെ ഏക ഉത്തരവാദിത്വം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്, അല്ലേ? യേശുക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് നീതീകരണം ലഭിക്കാൻ തക്കവണ്ണം ഇടവന്നത്. ഞാനവിടെ വിട്ട് വരികയാണ്. അപ്പോൾ നീതിമാൻ എന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ തന്നെ ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല, ദൈവം പറയേണ്ട കാര്യമാണ്. പിന്നെ നമുക്കൊരു പ്രാഗൽഭ്യം ദൈവത്തിലുണ്ടാകണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രൈസില. നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ ആത്മീയ പ്രവർത്തന മേഖലകൾ പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ, വിശുദ്ധ ജീവിതത്തിൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കുന്നതായിരിക്കണം. നമ്മൾ ദൈവസന ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു പ്രാഗൽഭ്യം ഉണ്ടാകണം, ഞാൻ ദൈവസന നീതിമാനാണ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു പ്രാഗൽഭ്യം നമുക്കുണ്ടായിരുന്നാൽ അത് നീതിയെ തെളിയിപ്പിക്കുന്നൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ വായിച്ചത് നീതിമാന് വിരോധമായിട്ട് കൂട്ടം കൂടുന്നു, കുറ്റമില്ലാത്ത രക്തത്തിനെതിരെ ശിക്ഷ വിധിക്കുന്നു. അപ്പോൾ നീതിമാനെതിരെ കൂട്ടം കൂടുന്ന വ്യക്തികൾ ഇന്നും എല്ലാ കാലത്തും ഉള്ളൊരു കാര്യമാണ്, അല്ലേ? അല്ല, സ്തോത്രം. യേശു എന്ന ആ ലോകത്തിലുള്ള ഏറ്റവും വലിയ നീതിമാനായ യേശുക്രിസ്തുവിനെതിരെ അന്നത്തെ കാലഘട്ടത്ത് കൂട്ടം കൂടലുകൾ ഉണ്ടായിരുന്നു, അല്ലേ? സ്തോത്രം. ഇനി തെളിയിക്കാൻ വേണ്ടി 2-ാം സങ്കീർത്തനത്തിലേക്കൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെയും ചില ഭാഗങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം കൂടെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. 2-ാമത്തെ സങ്കീർത്തനം നമുക്കെടുക്കാം. അതിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നുണ്ട്. സ്തോത്രം. ദൈവമക്കൾക്ക് വിരോധമായി, അല്ലെങ്കിൽ അഭിഷക്തന് വിരോധമായി കൂട്ടം കൂടുന്ന ഒരു മേഖലയെക്കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, അല്ലേ? സ്തോത്രം. 2-ാം സങ്കീർത്തനത്തിലേക്ക് വന്ന് യഹോവയ്ക്കും 2-ാം സങ്കീർത്തനത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ: യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തന് വിരോധമായിട്ട് ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യും. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. അവിടെ പറയുന്ന വാക്കിതാണ്: യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തിന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. ഒരാത്മീകനെ തിരിച്ചറിയാൻ ആർക്കാ പറ്റുന്നത്? സ്തോത്രം. ജഡത്തിൽ ജീവിക്കുന്നവർക്കോ ലോക തലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവർക്കോ ഒരിക്കലും ഒരു ആത്മീകനെ തിരിച്ചറിയാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ആത്മീകർക്ക് വിരോധമായി പലപ്പോഴും പ്രതിസന്ധികൾ കയറി വരാറുണ്ട്. പറയുന്നത് രാജാക്കന്മാർ എഴുന്നേറ്റ് വന്ന എന്താ അവർ എഴുന്നേറ്റതിൻ്റെ പുറകിൽ? നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. ഇന്ന് ലോകം ദൈവമക്കൾക്കെതിരെ ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ദൈവമക്കളുടെ ഐക്യതയെ
തകർക്കുക. വേദപുസ്തകം പറയുന്നില്ല, രണ്ടുപേർ ഭൂമിയിൽ ഐകമത്യപ്പെട്ട് ഏത് വിഷയം പ്രാർത്ഥിച്ചാലും അതിന് മറുപടി ഉണ്ടെന്നുള്ളതാണ്. പ്രൈസ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, രണ്ടുപേർ ഭൂമിയിൽ ഐകമത്യപ്പെട്ടാൽ ആ വിഷയത്തിന് വിടുതലാണ്. ആകാശത്തിന് കീഴിൽ മറുപടി ഇല്ലാത്തൊരു വിഷയം അതിനകത്തില്ല. രണ്ടുപേർ ഐകമത്യപ്പെടുന്ന വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ കരം ഇറങ്ങി വന്നിരിക്കും. ഇവിടെയാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം ഇരിക്കുന്നത്. രണ്ടുപേർ എവിടെയാണ് കൈകോർക്കേണ്ടിയത്, എവിടെയാണ് അവർ ചേർന്ന് വരേണ്ടത്, എവിടെയാണ് പ്രാർത്ഥിക്കുക. സഭയിലാകാം, കുടുംബത്തിലാകാം, ദേശത്തിലാകാം, ചുറ്റുപാടുകളിലാകാം. പിശാച് പ്രവർത്തിക്കും, തകർക്കാൻ നോക്കും, അനൈക്യങ്ങൾ വരുത്തും. കാരണം അവർക്കറിയാം പിശാച് ഭയപ്പെടുന്നൊരു മേഖലയാണ് രണ്ടുപേർ ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ. സ്തോത്രം, ഹല്ലേലൂയ. അവിടെയാണ് ദൈവപ്രവർത്തികൾ ചലിക്കേണ്ടത്. അതുകൊണ്ട് ദൈവമക്കളായി നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുക. കുറ്റമില്ലാത്തവന് വിരോധമായിട്ട് ശിക്ഷ വിധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയണം, നമ്മുടെ ദൈവം നമ്മുടെ സങ്കേതമാണ്, നമ്മുടെ ദൈവം നമ്മുടെ ആശ്രയമാണ്, നമ്മുടെ ദൈവം നമുക്ക് ശരണ ശൈലമാണ്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുത്തെ ചെറുകടിയിൽ മറച്ചാട്ട് മഹത്വമെടുക്കുക. അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി സന്ദേശം മാറുവാൻ ദൈവം ഇടവരുത്തിയാണ്. എല്ലാം മഹത്വം കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.